ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:7-8 വരെ. സ്നേഹമായ ദൈവത്തിന് തൻ്റെ മക്കളെ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുവാൻ സാധിക്കുകയില്ല. തൻ്റെ മക്കൾ എന്നും എവിടെയും അനുഗ്രഹിക്കപ്പെട്ടവരാകണം. എല്ലാ മനുഷ്യരുടെയും വലിയ ആഗ്രഹമാണ് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് വേഗത്തിൽ ഉത്തരം തരുന്നത്. കുറേയധികം മനുഷ്യരുടെയും പരാതിയാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എത്ര നാളുകളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അറിയാമോ? എന്നാൽ ഒട്ടേറെ മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് വലിയ സാക്ഷ്യങ്ങൾ പറയുകയും വലിയ അനുഗ്രഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. ദൈവം പക്ഷപാതം കാണിക്കുവാനവനാണോ? അല്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലേ? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം അതിന് ഉത്തരം തരികയും ചെയ്യും. ദൈവം ആരോടും പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നില്ല. എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ കാലതാമസം നേരിടുന്നു. അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ദൈവം നീതിമാനാണ്. ദൈവത്തിൽ അനീതിയില്ല. ദൈവം സ്നേഹമാണ്. സ്നേഹം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹമാകുന്ന ദൈവത്തിന് തൻ്റെ മക്കളെ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുവാൻ സാധിക്കുകയില്ല. തൻ്റെ മക്കൾ എന്നും എവിടെയും അനുഗ്രഹിക്കപ്പെട്ടവരാകണം. ഇന്ന് അനേകം മനുഷ്യർ ദുഃഖത്തിലും ദുരിതത്തിലും വിവിധങ്ങളായ വേദനകളിലും ജീവിക്കുന്നവരാണ്. തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഒരു പരിഹാരം കാണാതെ പല വ്യക്തികളും ഇന്ന് ദൈവത്തെ വെറുത്ത് പ്രാർത്ഥനയില്ലാതെ കൂദാശകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആവേ മരിയ.